ഞാനിവിടെ 2 കപ്പ് ഇഡ്ലി റൈസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇഡ്ലി റൈസ് എന്ന് പറയുന്നത്. നമുക്കിത് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പോൾ ഇഡ്ലി റൈസ് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇഡ്ലി റൈസ് ഇല്ല വെച്ച് കഴിഞ്ഞാൽ നല്ല ഇനം പച്ചരി യൂസ് ചെയ്താലും മതി. പക്ഷേ ഇഡ്ലി റൈസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഡ്ലിയും ദോശയൊക്കെ കറക്റ്റായിട്ട് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ എപ്പോഴും ഇഡ്ലി റൈസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2 കപ്പാണ് എടുത്തിരിക്കണേ. ഇത് നമുക്കൊരു 5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് ഉഴുന്നാണ്. മുഴുവൻ ഉഴുന്നാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ അരി മെഷർ ചെയ്ത് ആ സെയിം കപ്പിൽ തന്നെ ഉഴുന്നും മെഷർ ചെയ്യണം. ഇത് 1/4 കപ്പാണ് എടുത്തിരിക്കണേ. ഇതും നമുക്കൊരു 5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം. ഈ ഉഴുന്നിലേക്ക് തന്നെ നമുക്ക് 2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഞാനൊരു 3 ടീസ്പൂൺ ചേർക്കണ്ടേ. അപ്പം 3 ടീസ്പൂൺ, ഈ ഒരു ടീസ്പൂണിൽ 3 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഉലുവ. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതും ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് അവലാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് സോക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് ഇപ്പോൾ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അരയ്ക്കാൻ നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അവൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരണത്. ഇനിയിപ്പോൾ അവലില്ലെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് ചോറ് ചേർക്കാം. പക്ഷെ അവലുണ്ടെങ്കിൽ എന്തായാലും അവൽ ചേർത്തിട്ടൊന്ന് അരച്ച് നോക്കൂ. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടും നിങ്ങൾക്ക്. ഞാനിവിടെ മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ വെച്ചിരുന്ന ഉഴുന്നും ഉലുവയും ചേർക്കാം. വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഉലുവയും ഉഴുന്നുമായിരുന്നു. പിന്നെ ഞാനത് 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് ആദ്യം അരയ്ക്കരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കുക. അരയുന്നില്ലെങ്കിൽ മാത്രം പിന്നെയും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര മതിയാവുമോ എന്നുള്ളത്. വെള്ളം ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒട്ടും തരിതരികളില്ലാതെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ടോ? ഈ ഉഴുന്നിൻ്റെ കറക്റ്റ് അരവറിയാൻ സൂത്രമുണ്ട്. കുറച്ച് സ്പൂണിൽ മാവ് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇത് ഇട്ട് കൊടുക്കുക. ഇപ്പം മേലെ ഇങ്ങനെ കണ്ടത് ഫ്ലോട്ട് ചെയ്ത് കിടക്കണമുണ്ടോ? ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് കറക്റ്റ് രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ അരച്ചപ്പോൾ കൂടുതൽ വെള്ളമൊന്നും അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1 കപ്പ് വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പം അരിയുടെ പകുതി ഭാഗമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ച മാതിരി നല്ല ഫൈനായിട്ട് അരക്കരുത്. ചെറിയ തരിതരികളായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. എന്നുവെച്ചാൽ അരയാണ്ടിരിക്കാനും പാടില്ല. ഒരു റവയിലൊക്കെ തൊടുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ വേണം നമുക്ക് അരച്ചെടുത്ത് കിട്ടാനായിട്ട്. അരയ്ക്കണം, പക്ഷേ ഒരുപാട് ഫൈനാവേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാൻ നമ്മുടെ പകുതി അരിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുപോലെ കണ്ടോ, ചെറിയ ചെറിയ തരിതരികളായിട്ട് നമുക്ക് തൊടുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ. ഇത് നമുക്ക് ആ ഉഴുന്നിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള അരിയും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്കിനി അവൽ ചേർക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. പെട്ടെന്ന് സോക്കായി വരുന്നതാണ് അവൽ. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അവൽ ഫുൾ നമുക്കിതിലേക്ക് ചേർക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അവൽ മാത്രമാണ് ചേർക്കണേ. ഇതിലേക്കും ഇതറിയാൻ ആവശ്യമുള്ളത്ര വെള്ളം ചേർക്കുക. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഈ അരച്ചവും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് ഫൈനായിട്ട് അരക്കരുത്. ചെറിയ ചെറിയ തരിതരിയായിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. അടിയിൽ കിടക്കണ ഉഴുന്നൊക്കെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം 1 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില ആൾക്കാർ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമാണെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല വാം ആയിട്ടുള്ള സ്ഥലത്ത് ഇത് 8 തൊട്ട് 10 മണിക്കൂർ വരെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഇത് പൊങ്ങി വരാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവനിൽ വെക്കുക. അവനിൽ വെച്ചിട്ട് അവൻ്റെ ലൈറ്റ് മാത്രം ഓൺ ചെയ്തിടുക. അപ്പോൾ ആ ലൈറ്റിൽ നിന്ന് വരുന്ന ചൂടുകൊണ്ട് ഈ ബാറ്റർ നന്നായിട്ട് ഫെർമെൻറ്റഡ് ആയിട്ട് വരും. ഇപ്പോൾ വാം ആയിട്ടുള്ള സ്ഥലത്താണ് താമസിക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തലേന്ന് രാത്രി അരച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്കും ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലിയാണ് നമ്മൾ ഈ മാവ് വെച്ചിട്ട് ആദ്യത്തെ ദിവസം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇപ്പം അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. ആദ്യം ഞാൻ ഈ ഇഡ്ഡലി മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇത്തിരി എണ്ണ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് വിട്ട് വരാനായിട്ട് ഈസി ആയിരിക്കും. ഇനി ഇഡ്ഡലി മോൾഡിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഒരിക്കലും ഫുള്ളായിട്ട് നിറയ്ക്കരുത്. ഒരു 3/4 ഭാഗം മാത്രമേ നിറയ്ക്കാവൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോൾ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താഴേക്കും മേലേക്ക് കൊട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും 3/4 ഭാഗം മാത്രം നിറയ്ക്കുക കേട്ടോ. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡിൽ മാവ് കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള ഇഡ്ഡലീസ് കിട്ടും. ഇനി നമുക്കിതൊരു 7 to 8 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇഡ്ഡലീസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറണം. അതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. ഇപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിനി ഡിമോൾഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല പഞ്ഞി പോലെ ഇരിക്കണ ഇഡ്ഡലിയാണിത്. ഇനി നമുക്ക് ഈ സെയിം മാവ് വെച്ചിട്ട് തന്നെ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നും കൂടി കാണാം. നമ്മൾ ദോശ പിറ്റേ ദിവസമല്ലേ ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ മാവ് ഫ്രിഡ്ജിലാണല്ലോ എന്തായാലും വെക്കുക. അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മാവ് എടുത്ത് പുറത്ത് വെക്കണം. അതിനുശേഷം മാത്രമേ ദോശ ഉണ്ടാക്കാവൂ കേട്ടോ. നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമുക്കൊരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ടേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ദോശയ്ക്ക് വേണ്ടത്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് തവയാണ് എടുത്തിരിക്കണേ. ഇതൊരു മോഡറേറ്റ് രീതിയിൽ ചൂടാവണം. എന്ന് വെച്ചാൽ വല്ലാണ്ട് ചൂടാവാനും പാടില്ല. വല്ലാണ്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പാൻ ചൂടായിട്ടുണ്ടോ എന്നുള്ളത്. ഇത്തിരി വെള്ളമൊന്നും തെളിച്ച് കഴിഞ്ഞാൽ ഒരു ഷീ എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അതിൻ്റെ അർത്ഥം പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു തുണി വെച്ചൊന്ന് നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു തവി മാവ് ഒഴിക്കാം. ഇപ്പോൾ കണ്ട് ഷീ എന്നുള്ളൊരു സൗണ്ട് വരും. ഒക്കെ പരത്തി കൊടുക്കാം. കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തൂവി കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഈ ദോശ എനിക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു ഇടത്തരം തീയിൽ വേണം നമ്മളിത് വെക്കാനായിട്ട് കേട്ടോ. ഇതൊന്ന് മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടു സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒരേ മാവ് വെച്ചിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് മാവൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കണക്കിൽ മാവൊന്ന് അരച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസൊക്കെ എന്നെ അറിയിക്കൂ. വീണ്ടും മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.